നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരുന്ന LPG കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് അല്ലേ? ഇപ്പോൾ എല്ലാ വീട്ടിലും ഈ സാധനം ഉള്ളതാണ് അല്ലേ? LPG ആണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് ലിക്വിഡാണ് കേട്ടോ, പുറത്ത് വരാൻ നേരത്ത് ഗ്യാസ് ആയിട്ട് വരുന്നു, ഇത്രയേ ഉള്ളൂ കേട്ടോ. പ്രൊപ്പൈനും ബ്യൂട്ടൈനും എന്ന് പറഞ്ഞതിൻ്റെ മിശ്രിതമാണ് ഇതിൽ വരുന്നത്. ഇത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരാനത് ഇതിന് എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും? പറഞ്ഞേ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞു, എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും? പെട്ടെന്ന് പറഞ്ഞേ. എല്ലാ വീട്ടിലും 17 കിലോ. വേറെ കുറ്റിയാണ്, പിന്നെ എല്ലാ വീട്ടിൽ കൊണ്ടുവരാൻ കുറ്റി 25 29. ഓക്കെ ശരി. അപ്പം നിങ്ങളെയൊക്കെ സുഖമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടുകളിൽ നിങ്ങളെയൊക്കെ സുഖമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. 14.4 kg ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടാവും ലിക്വിഡ് ഫോമിൽ കേട്ടോ. അതിനോടൊപ്പം 15.9 ഈ സിലിണ്ടറിൻ്റെ വെയിറ്റ് ആണ് കണ്ടോ, അത് ഇതിൽ എഴുതിയിട്ടുണ്ടാവും. മൊത്തം ഗ്രോസ് വെയിറ്റ് കണ്ടോ 30.1 kg ഉണ്ടാവും. ഇത് നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് വരാൻ നേരത്ത് തൂക്കി നോക്കിയിട്ട് വേണം വീട്ടിൻ്റെ അകത്ത് കയറ്റാൻ. അവർ കൊണ്ടുവരുന്ന ഏജൻസി വേയിങ് മെഷീനുമായിട്ട് വരണം. വേയിങ് മെഷീനായിട്ട് വന്ന് നിങ്ങൾക്കിത് തൂക്കി നോക്കി കാണിച്ചു തരണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? വീട്ടിൻ്റെ അകത്ത് കൊണ്ടുപോയി ഈ റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് ലീക്ക് ഇല്ല എന്ന് അവർ കൺഫേം ചെയ്തിട്ട് വേണം വീട്ടിൽ നിന്ന് പോകാൻ. ഇത്രയാണ് നിങ്ങളെ ഏജൻസി നിങ്ങൾക്ക് ചെയ്തു തരേണ്ട കേട്ടോ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറയുന്നത് ഇത്രയും കാര്യം ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ ആ ഏജൻസിക്കെതിരെ പരാതി കൊടുക്കാമെന്നാണ്. അത് ഇനി നിങ്ങൾ കൊടുത്തോളണം കേട്ടോ. എല്ലാ വീടുകളിലും ഇതിന് മാറ്റം ഉണ്ടാവട്ടെ, അതിനുവേണ്ടിയാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി ഗ്യാസിൽ എപ്പോഴും തീ ഉണ്ടാകും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാമോ? ഇത് ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. ഇത് പുറത്ത് വന്ന് ഗ്യാസ് ആവാൻ നേരത്ത് 270 മടങ്ങാവും. ഒരു തുള്ളി 270 മടങ്ങ് എന്താവും? അത്രയും ഗ്യാസ് ആവും, LPG ഗ്യാസ് ആവും. അപ്പോൾ എന്താണ്? അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കണമെന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് പൊട്ടിത്തെറിക്കോ? LPG പൊട്ടിത്തെറിക്കോ? പറ നിങ്ങളെ വീട്ടിലുള്ള സാധനമാണ്, നമുക്ക് വരാൻ വയ്യ, അങ്ങോട്ട് വരാൻ വയ്യ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. പൊട്ടിത്തെറിക്കും. LPG ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കും. എങ്ങനെയാണ്? ഒരു കാരണവശാലും LPG ഗ്യാസ് സിലിണ്ടർ നമ്മൾ അമിട്ട് പൊട്ടുന്ന പോലെ തീ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കത്തില്ല. അതുകൊണ്ട് ആദ്യ സമയങ്ങളിൽ ഇതിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അണയ്ക്കാം. അത് എങ്ങനെ അണയ്ക്കണമെന്ന് നമ്മളിവിടെ കാണിച്ചു തരും. ഓക്കെ, പിന്നെ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ തീ കാരണം വീട്ടിൻ്റെ അടുക്കളയിലുള്ള മറ്റു സാധനങ്ങളെല്ലാം കത്തും. അപ്പോൾ അവിടെ എന്താണ്? നല്ല ഫയർ ഉണ്ടാകും, നല്ല ടെമ്പറേച്ചർ ഉണ്ടാകും. ടെമ്പറേച്ചർ ഉണ്ടാകാൻ നേരത്തെ എന്താ? ഇതിൻ്റെ അകത്തുള്ള ലിക്വിഡ് എന്ത് ചെയ്യും? തിളയ്ക്കാൻ തുടങ്ങും. തിളയ്ക്കാൻ നേരത്ത് നമ്മൾ അരി തിളയ്ക്കാൻ നേരത്ത് അടപ്പ് തെറിച്ച് പോകില്ലേ? അതേ അവസ്ഥയാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിനെന്താണ്? വേപ്പറിന് നിൽക്കാൻ പറ്റാതെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത്രയും സമയം നമുക്ക് കിട്ടും. അതിനകത്ത് വെച്ച് തീ അണച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട് വീണ്ടും അവിടെ കാണും, അല്ലെങ്കിൽ എല്ലാം പോവും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റിനൊക്കെ നമുക്ക് സുഖമായിട്ട് ഇത് അണയ്ക്കാൻ പറ്റും. തീ കണ്ടുകൊണ്ട് നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും. ഇനി അണയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ? ഓക്കെ ശരി. ഇപ്പോൾ ഒരു LPG കത്തി, ഇതിൻ്റെ ട്യൂബ് എല്ലാം കത്തിപ്പോയി. പെട്ടെന്ന് കത്തിപ്പോകുന്ന ഒരു സാധനം ഇതാണ്. അത് കഴിഞ്ഞ് റെഗുലേറ്റർ ഇതുമായിട്ടായിരിക്കും നിന്ന് കത്തുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കത്തുന്നത്, അതെങ്ങനെ അണയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കൊള്ളാം. നമ്മൾ ആദ്യം നമുക്ക് അണയ്ക്കാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളെ വീട്ടിലുള്ള ബെഡ്ഷീറ്റ്. നിങ്ങൾക്ക് ഏതാണ് സേഫ് കേട്ടോ? മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം. നമുക്കുള്ളൊരു ബെഡ്ഷീറ്റ് എടുക്കുക, നനച്ചതിന് ശേഷം ഇതെന്താണ്? ജസ്റ്റ് ഒന്ന് മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫയർ അണയും. അത് ഓക്സിജൻ കിട്ടാതെ, അതായത് ഈ ഫയറിന് ഓക്സിജൻ കിട്ടാതെ ഇത് അണയും. എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ ഗ്യാസിൻ്റെ ബാക്കിലൂടെ പോയി, അതായത് തീയുടെ ബാക്കിലൂടെ പോയി വേണം അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, തീയുടെ ബാക്കിലൂടെ പോകുന്നു, അതെന്ത് ചെയ്യുന്നു? ഇട്ട് മൂടുന്നു. ഓക്കെ, കണ്ട തീ അണഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം റെഗുലേറ്റർ ഓഫ് ചെയ്യണം. കണ്ട ഇത്രയേ ഉള്ളൂ, 2 സെക്കൻഡ് പോലും വേണ്ട തീ അണയ്ക്കാൻ. ഓക്കെ ആണല്ലോ. ഇതൊരു മാർഗം. നിങ്ങൾക്ക് ഇതാണ് എളുപ്പം തോന്നി കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്, എല്ലാ വീട്ടിലും ഒരു ബക്കറ്റെങ്കിലും കാണുമല്ലോ, ഒരു പ്ലാസ്റ്റിക് ബക്കറ്റെങ്കിലും കാണുമല്ലോ. ആ ബക്കറ്റ് കൊണ്ട് എങ്ങനെയാണ് അണയ്ക്കണമെന്ന് നോക്കാം. ഓക്കെ, കണ്ടോ? തീ അണഞ്ഞു, ഓക്സിജൻ കിട്ടാതെ തീ അണഞ്ഞു. എടുത്തടച്ചേ. കുറച്ച് വെള്ളവും കൂടെ ഉപയോഗിക്കുന്നെങ്കിൽ എന്താണ്? സേഫാണ് കേട്ടോ. ഒരു 1/4 ഭാഗം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾ ഇത് വെച്ച് അടച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് എഫക്റ്റീവായിട്ട് ഇത് തീ അണയും. അങ്ങനെ 2 മാർഗത്തിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? LPG സിലിണ്ടർ നമുക്ക് അണയ്ക്കാൻ പറ്റും, LPG ഫയർ നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒന്നുകൂടെ പരിചയപ്പെടുത്താനുള്ളത് കണ്ടോ, എക്സ്റ്റിങ്ക്വിഷറാണ്. കണ്ടോ, ഇതിപ്പോൾ എല്ലായിടത്തും കാണാൻ പറ്റും. നിങ്ങൾക്ക് എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കാൻ അറിയാമോ?
അറിയത്തില്ല. ഫോറിൻ കൺട്രീസിൽ ഈ കിൻഡർ ഗാർഡനിലുള്ള കുട്ടികളെ വരെ പഠിപ്പിക്കുന്നത് എന്താണ്, അവരുടെ ലൈഫ് സേവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു എന്താണ് സിനിമ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങി ഉടനെ തന്നെ ഇറങ്ങി പോവോ? ഇല്ല, എക്സിറ്റിൽ ആളുണ്ടോ എന്ന് നോക്കും. അവിടെ ആളിൻ്റെ തിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടേ നിങ്ങൾ ഇറങ്ങി പോവുള്ളൂ. അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് ആ തിയേറ്ററിനകത്തൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, നിങ്ങൾ എന്ത് ചെയ്യും? ഇറങ്ങി ഓടാൻ നേരത്ത് ഉത്തർപ്രദേശിൽ സംഭവിച്ചാൽ അറിയാലോ, 120 പേരാണ് ഒരു ഓപ്പൺ ഏരിയയിൽ മരിച്ചുപോയത്. അപ്പോൾ ഇത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ കേസ് ഒന്ന് ആലോചിച്ചൊക്കെയാണ്. അപ്പോൾ ആ തീ അണയ്ക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ആ തീ അണയ്ക്കാൻ വേണ്ടി നമുക്ക് ബാത്റൂമിൽ ഓടിപ്പോയി വെള്ളം എടുക്കാനുള്ള പറ്റത്തില്ല. അവിടെ പോയി വെള്ളം എടുത്തിട്ട് തിരിച്ചു വരാനത്ത് ഇവിടെ ഒരു തീരുമാനമാവും. പിന്നെ അവിടെ അടുത്ത് വെച്ചേക്കുന്ന ഈ എക്സ്റ്റിങ്വിഷറുകളാണ്. ഈ എക്സ്റ്റിങ്വിഷറുകൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. ഓക്കെ, ഈസി മെത്തേഡാണ്, നമുക്ക് ഈ സിമ്പിളായിട്ട് പറയാൻ പറ്റും. കണ്ടോ, എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കാനുള്ള മെത്തേഡ് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, PASS. കണ്ടോ, പാസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിലൂടെ നമുക്ക് അറിയാൻ പറ്റും. പി എന്താണെന്ന് നോക്കാം. പി എന്ന് പറഞ്ഞാൽ ഈ പിൻ പുൾ ചെയ്യുക. കണ്ടോ, ഈ പിൻ പുൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് എയിം ചെയ്യുന്നു. തീ എവിടെയാണോ അതിലോട്ട് എയിം ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ലിവർ കണ്ടോ, ഈ ലിവർ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, ഒന്ന് സ്ക്യൂസ് ചെയ്താൽ മതി. കണ്ടോ, താഴോട്ട് പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് താഴും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള എക്സ്റ്റിങ്വിഷിംഗ് പൗഡർ പുറത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യുക, എയിം ചെയ്യുന്നു, സ്ക്യൂസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, CP ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു. അപ്പോഴത്തേക്ക് തന്നെ ഫയർ അണയും. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു 2 സെക്കൻഡ് കൊണ്ട് തീ അണയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തീ അണയ്ക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നിൽക്ക് ഓക്കെയാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയിക്കോ, അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറിയിക്കോ. ഓക്കെ, കണ്ടോ, തീ കണ്ടു. തീ കണ്ടു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാ പിന്ന് പുൾ ചെയ്യുന്നു. പുൾ ചെയ്ത് തീയിലോട്ട് എയിം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ സ്ക്യൂസ് ചെയ്യുന്നു. കണ്ടോ, തീ അണഞ്ഞു. കണ്ടോ, സ്ക്യൂസ് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് CP ചെയ്ത് കൊടുക്കുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു. കണ്ടോ, ഇതിപ്പോൾ ഫയർ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചാൽ മതി. കുറച്ച് വലിയ ഫയർ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു. കണ്ടോ, സിമ്പിളായിട്ട് 1 സെക്കൻഡ് പോലും വേണ്ട, നമുക്ക് ഗ്യാസ് ഫയർ നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും. അല്ല, ഇതിൽ കൂടെ പറഞ്ഞ പൗഡറാണ്. കണ്ടോ, ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. കേട്ടോ, ആ പൗഡറാണ് പ്രഷറൈസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത ഉടനെ തന്നെ ഇത് പുറത്ത് വരും. ഇത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഫയർ അണയ്ക്കാനായിട്ട് പറ്റും. ഇനി കുഴപ്പമില്ല, എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കുമല്ലോ. ഇലക്ട്രിക് ഷോക്കിന് നമുക്ക് ഉപയോഗിക്കാം. ഇലക്ട്രിക് ഷോക്കിന് നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായി, നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് ഒന്ന് പറഞ്ഞേ. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുമെന്നാ. അപ്പോൾ തീ എങ്ങനെ അണയ്ക്കുന്നത്? തീ കത്തുന്നുണ്ട്, അവിടെ കൊണ്ടുപോയി ഓസൊന്നും വെച്ച് ഇങ്ങനെ പ്രഷറിൽ അടിച്ചു കൊടുക്കല്ലേ. കാരണം എന്താണ്, തീ എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടെ ഇൻവേർട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ തീ വീണ്ടും എന്ത് ചെയ്യും, നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ആദ്യം നമ്മളെ വിളിക്കണം. നമ്മൾ വിളിക്കാനുള്ള നമ്പർ, ഫയർ സർവീസിനെ വിളിക്കാനുള്ള നമ്പർ 101. ഒരാൾ മാത്രമാണ് പറഞ്ഞു കേട്ടാ, ഒരാൾ മാത്രമാണ് പറഞ്ഞത്. 101 നിങ്ങൾക്ക് വിളിക്കാം. അത് കഴിഞ്ഞ് തീ അണയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, ഒരു കപ്പിൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, കപ്പിൽ എന്ത് ചെയ്യുക, എടുത്ത് എന്ത് ചെയ്യുക, ഒഴിക്കുക. അല്ലാതെ ഓസ് എടുത്ത് പിടിച്ചു വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അതുവഴി കറണ്ട് തിരിച്ച് നമ്മളെ വന്ന് അടിക്കും. ഓക്കെ, അങ്ങനെയാണ് തീ അണയ്ക്കാനുള്ളത്. ഓക്കെ, എക്സ്റ്റിങ്വിഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, അതിലോട്ട് അടിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഷോക്ക് അടിക്കത്തില്ല. ഓക്കെ, ഈ സെക്ഷനിൽ നമുക്ക് ഇത്രയാണ് ഇവിടെ പറയാനുള്ളത്. ബാക്കി നിങ്ങൾക്ക് പരിചയപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് കാണുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റെസ്ക്യൂ വർക്ക് ചെയ്യുന്നത്. കണ്ട, ഇത് നമ്മളെ മദർ ട്രീ ആണ് കേട്ടോ. ഈ മദർ ട്രീക്ക് ചുറ്റും നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്, എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള റെസ്ക്യൂ വർക്കുകളാണ്. എല്ലാം പരിചയപ്പെടുക, എല്ലാത്തിനും കയറുക കേട്ടോ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, താങ്ക്സ്. ചുമരിൽ ഘടിപ്പിച്ച ഫയർ എക്സ്റ്റിങ്വിഷർ ആണെങ്കിൽ ഒരു 5 സെന്റിമീറ്റർ പൊക്കിയിട്ട് വേണം നമ്മൾ താഴത്തേക്ക് എടുക്കാൻ. അതിനുശേഷം വേണം നമ്മൾ ഇതിന്റെ ലിവർ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില എക്സ്റ്റിങ്വിഷറിന്റെ മുകളിൽ പിന്നുണ്ടാവില്ല. അപ്പം നമ്മൾ കൈയോടെ ഇത് പിടിച്ച് അമർത്തി വലിക്കുമ്പോൾ ഇത് അത്രയും പുറത്തേക്ക് പോവും. 8 മുതൽ 15 സെക്കൻഡ് വരെ മാത്രമേ ഇവ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 5 സെന്റിമീറ്റർ ഉയർത്തുക, പുറത്തേക്ക് എടുക്കുക, അതിനുശേഷം മാത്രം ലിവർ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും വീട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഈ അറിവുകൾ പകർന്നു നൽകുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.